നമ്മളിന്ന് പഠിക്കുന്നത് +2 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 1 ആയിട്ടുള്ള റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇൻവേഴ്സ് കാണാൻ ഇൻവെർട്ടിബിൾ ആണോ എന്ന് ചോദിക്കും. നമ്മളതിനകത്ത് നമ്മൾ സാധാരണ 1 1 1 2 ചെയ്യാൻ അറിയാമല്ലോ, ചെക്ക് ചെയ്യാൻ. അതുപോലെയുള്ളൂ. ആദ്യം എഫ് ഓഫ് എക്സ് എഴുതുന്നു. ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞുതരാം. എഫ് ഓഫ് എക്സ് എഴുതുന്നു. എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ച ശേഷം വൈ ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. കമ്പൈൻ ചെയ്ത ശേഷം അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുന്നു. എക്സ് കണ്ടുപിടിച്ച ശേഷം ഈ വൈ ടേമിനെ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ് വേറൊരു കൊടുക്കും. ഇതാണ് ഇൻവേഴ്സ് ആയിട്ടുള്ള ഫംഗ്ഷൻ. അതിനെ എക്സിലേക്ക് മാറ്റുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും കാണുന്നു. എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ ഈ എഫിൻ്റെ കഴിഞ്ഞതിന് ശേഷം ജി ഓഫ് എക്സ് ഇവിടെ കൊടുക്കുക. ജി ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, ഇത് കൊടുക്കുക. അത് അതേപടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ എഴുതുന്നു. അപ്പോൾ എക്സ് എന്ന് കിട്ടും. അതുപോലെ തന്നെ ജി കോമ്പോസിഷൻ എഫ് കാണുക. അതുപോലെ തന്നെ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ഇത് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം ജി ഓഫ് എക്സ് അതാത് സ്ഥാനത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം ഇത് സോൾവ് ചെയ്യുക. 2x എന്ന് പറഞ്ഞ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എടുത്തെഴുതണം. എങ്ങനെ? എഫ് കോമ്പോസിഷൻ ജി ഈക്വൽ ജി കോമ്പോസിഷൻ എഫ് ഈക്വൽ ഐഡൻറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞെഴുതാം. ഇത് എഫ് ഇൻവേഴ്സ് എക്സ് എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് ആണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ എഫ് ഇതാണ്ട് ജി ഓഫ് എക്സ് ഇവിടെ കൊടുക്കുക. എന്നിട്ട് എഫ് എക്സിൻ്റെ സ്ഥാനത്താക്കി സങ്കല്പിച്ചുകൊണ്ട് ബാക്കി സോൾവ് ചെയ്യുക. ഇവിടെ അങ്ങനെയാണ്. ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്, അത് എഴുതുക. പിന്നെ ഈ ജി ഓഫ് എക്സ് ജി ഓഫ് ഇത് ഇത്ര എക്സ് ആക്കി എഴുതുക. ആ ജി ഓഫ് എക്സ് എന്താ എക്സ് മൈനസ് 3/4 ആണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഇത് എഴുതിയതിന് ശേഷം -3/4 എഴുതുക. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്.